കോട്ടയത്ത് ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തു. പാവം മനുഷ്യൻ. ഇവർക്ക് ജീവിതത്തിൽ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പണിയെടുക്കുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യൻ, നിരാലംബരായ മനുഷ്യരാണ് ഇവരിൽ പലരും. 500 രൂപ വില വരുന്ന ഓണം ബമ്പറിന്റെ 10 ടിക്കറ്റുകളാണ് തട്ടിയെടുത്തത്. 5000 രൂപയാണ് പോയത്. ആന്ധ്ര ചിറ്റൂർ സ്വദേശിയായ അയൂബിന്റെ ലോട്ടറികളാണ് ഇപ്പോൾ മോഷണം നടന്നിരിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കാണാം. എങ്ങനെ പറ്റിക്കാൻ തോന്നിയല്ലേ? മനസാക്ഷിയുണ്ട് എന്നുള്ളതാണ്. പാവപ്പെട്ട മനുഷ്യൻ ഒരു ദിവസം ഈ ലോട്ടറി വിറ്റാൽ വളരെ കുറച്ച് തുകയാണ് കിട്ടുക. വീട്ടിൽ ഈ പൈസയും തിരിച്ചു കൊണ്ടുവരുന്നത് കാത്തിരിക്കുന്ന ഒരു കുടുംബമില്ലേ? ആന്ധ്ര ചിറ്റൂർ സ്വദേശിയായ അയൂബിന്റെ ലോട്ടറികളാണ് വിറ്റിരിക്കുന്നത്, തട്ടിയെടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, കോട്ടയത്താണ് സംഭവം. ലോട്ടറി വിൽപ്പനക്കാരനെ കബളിപ്പിച്ച് ലോട്ടറി തട്ടിയെടുത്തുകൊണ്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. 500 രൂപ വില വരുന്ന ഓണം ബമ്പറിന്റെ 10 ടിക്കറ്റുകൾ, മൊത്തം 5000 രൂപ വില വരും. ഇയാൾ ഇവിടെ നിന്ന് ഉണ്ടാക്കുന്ന എത്ര നാള് അങ്ങനെ വെയിൽ കൊണ്ടിരുന്നാലാണ് ഈ പാവപ്പെട്ട മനുഷ്യൻ ആ 5000 രൂപ ഉണ്ടാക്കുക? എന്നാലോചിച്ച് നോക്കൂ. അത് അടിച്ചുകൊണ്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ മനുഷ്യരാണോ എന്നുള്ളതാണ് ചോദ്യം. അഖിലുണ്ട് വിവരങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. വല്ലാതെ സങ്കടപ്പെടുത്തുന്ന കാര്യമാണ്. ഈ ആന്ധ്ര സ്വദേശിയാണ് അയൂബ് എന്നാണ് മനസ്സിലാക്കുന്നത്. അയാളുമായിട്ട് ഈ വിലപേശി ഇത് തട്ടിക്കൊണ്ടുപോയത് മലയാളിയാണോ അഖിൽ? ഡോക്ടർ അരുൺകുമാർ മലയാളി എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇദ്ദേഹത്തോട് മലയാളത്തിലാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നുണ്ട്. ഈ വ്യക്തി, അതായത് ഇത്തരത്തിൽ സ്ഥിരമായി ആ ഒരു പ്രദേശത്തൊക്കെ ഇരുന്ന് ഗാന്ധി സ്ക്വയറിന് സമീപത്തെ അഞ്ജലി പാർക്കിന് പരിസരത്തായി ഇരുന്നുകൊണ്ട് ലോട്ടറി വിൽപ്പന നടത്തുന്ന ആളാണ് ഇയാൾ. അവിടെ തന്നെയാണ് ഈ കടത്തിനയിലൊക്കെ തന്നെ അന്തിയുറങ്ങി മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. അത്തരത്തിൽ അവിടെ ഇരിക്കുകയായിരുന്നു. വൈകുന്നേരം 6 കൂടിയായിരുന്നു. അപ്പോൾ ലോട്ടറി ഏകദേശം അവസാനിപ്പിച്ചിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇയാളുടെ അടുത്തേക്ക് വരികയും തുടർന്ന് ഈ ലോട്ടറി ചോദിച്ചു. അതിനുശേഷം ഇയാൾ ഇങ്ങനെ ലോട്ടറി എണ്ണി 10 ലോട്ടറികൾ എടുത്തു. അതിനുശേഷം പണം ചോദിച്ചപ്പോൾ തന്റെ മൊബൈൽ ഫോൺ, അതായത് ഈ തട്ടിപ്പുകാരന്റെ മൊബൈൽ ഫോൺ ഇയാളുടെ കൈവശം, ഈ ലോട്ടറി വിൽപ്പനക്കാരന്റെ കൈവശം കൊടുത്തതിന് ശേഷം ATM നിന്നും പണം എടുത്തു വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ഇതിനുശേഷം ഇയാൾ ഒരു മണിക്കൂറോളം കാത്തിരുന്നു. പക്ഷേ ഈ 1 മണിക്കൂർ സമയം കഴിഞ്ഞിട്ടും ഇയാൾ തിരികെ എത്താതെ വന്നതോടെയാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. തുടർന്നാണ് ഉടൻ തന്നെ ഇയാൾ വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയും ചെയ്തിട്ടുണ്ടെന്നാണ്. പക്ഷേ ഈ മൊബൈൽ ഫോണൊക്കെ കൈ തന്നിട്ട് പോയി അയാൾ സുരക്ഷിതമായിരുന്നു. പക്ഷേ അതിൽ സിം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ മറ്റ് കണ്ടെത്താൻ കഴിയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതായത് അപ്പോൾ സിം ഇല്ലാത്ത ഫോൺ എന്ന് പറയുമ്പോൾ ഇയാൾ മറ്റെവിടെയെങ്കിലും മോഷ്ടിച്ചു കൊണ്ടുവന്ന് ഈ അയ്യൂബിന് കൈവശം കൊടുത്ത ഈ ലോട്ടറിയുമായി കടന്നു കളഞ്ഞാണോ എന്ന സംശയമൊക്കെ പോലീസിനുണ്ട്. എന്തായാലും IMEI നമ്പർ അടക്കം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഫോൺ ഇയാളുടെ തന്നെയാകും എന്ന കാര്യത്തിൽ പോലീസിന് ഉറപ്പില്ല എന്നുള്ളതാണ്. പക്ഷേ ഇയാളെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുകയാണ്. 10 ലോട്ടറി ടിക്കറ്റുകൾ, അതായത് 500 രൂപ വരുന്ന ഓണം ബമ്പറാണ്, 5000 രൂപയോളം വരുന്ന ലോട്ടറി ടിക്കറ്റുകളാണ് ഇത്തരത്തിൽ കൊണ്ടുപോയത്. തുച്ഛമായ വരുമാനമാണ് ഈ 5000 രൂപയുടെ ലോട്ടറി വിറ്റാൽ പോലും ഇയാൾക്ക് ലഭിക്കും. അപ്പോൾ ഇദ്ദേഹം ഇത്തരത്തോളം ഈ ഒരു ഇനി ആ നഷ്ടമൊക്കെ നികത്തണമെങ്കിൽ എത്ര ദിവസം എടുക്കേണ്ടി വരുമെന്നുള്ള ഏറ്റവും വിഷമിക്കുന്ന കാര്യം എന്ന് പറയുന്നത്. എന്തായാലും സംഭവത്തിൽ വെസ്റ്റ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്തേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇത്തരത്തിൽ ഇനി ഇദ്ദേഹം തുടരുത് എന്നുള്ളത് തന്നെയാണ്, ഇത്തരത്തിൽ തട്ടിപ്പോൾ തുടരുന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ ഫോണ് ഒരു കൈവശം നൽകിയിരുന്നു. പക്ഷേ ആ ഫോൺ ഒറിജിനൽ ആണ് എന്ന കാര്യത്തിൽ, അതായത് ഇയാൾ മറ്റെവിടെയെങ്കിലും മോഷ്ടിച്ചു വന്നതാണോ എന്ന സംശയം പോലീസിനുണ്ടായിരുന്നു. കുമാർ, ഓക്കെ, താങ്ക് യു. അഖിലാണ് വിവരങ്ങൾ നൽകിയത്. ആന്ധ്ര ചിറ്റൂർ സ്വദേശിയാണ് കേട്ടോ ഈ അയൂബ്. സാധാരണ മനുഷ്യൻ, അന്നന്ന് കിട്ടുന്ന ഈ ലോട്ടറി ടിക്കറ്റ് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുകയും കടത്തിണയിൽ കിടന്നുറങ്ങുകയും ചെയ്യുന്ന ആളാണ്. അയാളുടെ കയ്യിൽ നിന്നാണ് 500 രൂപയുടെ 10 ടിക്കറ്റ് ഈ കക്ഷി മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുന്നത്. ഇതിനൊക്കെ എന്ത് ചെയ്യണം അല്ലേ? എന്നാലോചിച്ച് നോക്കൂ. എന്തായാലും പോലീസ് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് കൊടുക്കുക. അത് ആ പൈസയുടെ മൂല്യമല്ല. ഇങ്ങനെയുള്ള മനുഷ്യരുണ്ടല്ലോ, സമൂഹത്തിലുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ ചില്ലറയാണോ? എന്നാലും എവിടുന്നോ ഒരു മൊബൈൽ ഫോൺ മോഷ്ടിക്കുന്നു, അതുകൊണ്ട് വന്ന് ഈ ലോട്ടറി ജീവനക്കാരുടെ കയ്യിൽ കൊടുത്തിട്ട് അയാളെ വിശ്വസിപ്പിച്ച് ഈ ലോട്ടറിയുമായിട്ട് കടന്നു കളയുന്നു എന്നുള്ളതാണ്. പാവം മനുഷ്യൻ അല്ലേ അയ്യൂബ്. നീ എത്ര വെയിൽ കൊള്ളണം, എത്ര മഴ നനയണം ഈ 5000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്? അടിച്ചുകൊണ്ട് പോകാൻ അടിച്ചുകൊണ്ട് പോയാൽ മതി.